السلام عليكم ورحمة الله وبركاته. الحمد لله وكفى. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. صدق الله العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്ത് നഈമിൽ നമ്മെ എല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. ശിഷ്ടായി അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും കാരുണ്യവാനായ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിലും ലോകത്ത് മുഴുവനും അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, മുഹറം മാസത്തിലാണ് നാം എല്ലാം. മുഹറം മാസത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിനമാണ് ആശൂറ, മുഹറം 10. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ഞായറും തിങ്കളുമാണ് മുഹറം 9ഉം 10ഉം, തസ്ഊഉം ആശൂറയും. ആശൂറ, മുഹറം 10 ഒരുപാട് വിസ്മയങ്ങൾ സംഭവിച്ചൊരു ദിവസമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് അരങ്ങേറിയ ദിവസമാണ് മുഹറം 10. അല്ലാഹു തആല അവന്റെ പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വാരിക്കോരി കൊടുത്ത ദിവസമാണ് മുഹറം 10. അള്ളാഹുവിനെ ധിക്കരിച്ച, അള്ളാഹുവിനെ മറന്നുപോയ ദുഷ്ടന്മാരെ പാഠം പഠിപ്പിച്ച, തകർത്ത് കളഞ്ഞ ഒരു ദിവസമാണ് മുഹറം 10. ഒരുപാട് സംഭവങ്ങൾ ആശൂറന്റെ ദിവസവുമായി ചേർത്ത് വെച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മളുടെ സമയം അതിനനുവദിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ആള് മുഹറം 10 മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്തുകൊണ്ട്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നിൽ ഒരു ജനതയുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നാമുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരു പ്രവാചകനായി, ഈ ഉമ്മത്തുമായി. കാരണം പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിപ്പിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബിയാണ്. 34 സൂറത്തുകളിൽ മൂസാ നബിയുടെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാരിൽ, അംബിയ മുർസലീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ആളുകളുണ്ട്. ഉലുൽ അസ്മുകൾ എന്നാണ് അവർക്ക് പറയപ്പെടുക. അതിൽ ഒരു പ്രവാചകനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രമല്ല, നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ ദൗത്യത്തിന്റെ അവിടത്തെ പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർമ്മിക്കുമായിരുന്നു. മൂസാ നബിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ഹദീസുകളിൽ കാണാം, റഹിമല്ലാഹു അഖീ മൂസ, എന്റെ സഹോദരൻ മൂസാക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. ഇന്നഹു ഊദിയ ബി അക്സരി മിൻ ഹാദാ, ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കാൾ എത്രയോ വലിയ ത്യാഗം എന്റെ സഹോദരൻ മൂസ അനുഭവിച്ചിട്ടുണ്ട്. ഫസബറ, അപ്പോഴൊക്കെ അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ടല്ലോ.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്ന, ഓർമ്മിക്കുമായിരുന്ന ആളാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? മുഹറം 10 അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹം എന്താണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം, ഉത്തരവാദിത്വം ഒരു ജനതയെ മോചിപ്പിക്കലായിരുന്നു. ആ ജനത ഏതാണ്? ബനു ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയെ ആരിൽ നിന്ന് മോചിപ്പിക്കണം? ആ കാലഘട്ടത്ത് ഞാൻ ദൈവമാണെന്ന് സ്വയം വാദിച്ചിരുന്ന ഒരു ധിക്കാരിയായ ഭരണാധികാരി ഫിർഔൻ, ആ ഫിർഔനിന്റെ കയ്യിൽ നിന്ന് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷത്തെ മോചിപ്പിക്കലായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉത്തരവാദിത്വം. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. അർസിൽ മഅയ ബനി ഇസ്രായേൽ, ഫിർഔനെ, ഈ ബനു ഇസ്രായേലിനെ നീ നിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് എന്നോട് അയക്കണം, എന്നോടൊപ്പം അയക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ആ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഈ ഫിർഔൻ ബനു ഇസ്രായേലിനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പതിറ്റാണ്ടുകളോളം, വർഷങ്ങളോളം. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ ഫിർഔനിന്റെ ക്രൂരതയെ കുറിച്ച് പറയുന്നുണ്ട്. ബനു ഇസ്രായേലിനോട് അവൻ കാണിച്ച അക്രമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഫിർഔനിനെ അല്ലാഹു തആല പാഠം പഠിപ്പിച്ച് ചെങ്കടലിൽ മുക്കിക്കൊന്നത് മുഹറം 10 അതുകൊണ്ടാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുമ്പോൾ മുഹറം 10 ജൂതന്മാരെല്ലാം നോമ്പെടുക്കുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇന്ന് നോമ്പെടുക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഹാദാ യൗമുൻ നജ്ജല്ലാഹു മൂസാ മിൻ ഫിർഔൻ, അല്ലാഹു തആല ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബിയെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി, ബനു ഇസ്രായേലിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഫിർഔനിനെ അല്ലാഹു തആല നശിപ്പിച്ചത് ഈ ദിവസത്തിലാ. അതിന് നന്ദിയായിട്ടാണ്, ശുക്റായിട്ടാണ് ഞങ്ങൾ മുഹറം 10 നോമ്പെടുക്കുന്നത്. അപ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു ഹഖ്ഖു ബി മൂസാ, ഞങ്ങൾ മൂസാ നബിയോട് ഏറ്റവും കടമപ്പെട്ടവരാണ് നിങ്ങളെക്കാൾ. കാരണം നിങ്ങൾ മൂസാ നബിയുടെ അനുയായികൾ എന്നാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ മാർഗത്തിൽ നിന്ന് എത്രയോ ദൂരെ തെറ്റിപ്പോയി നിങ്ങൾ. അദ്ദേഹത്തിന്റെ ആദർശവുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ കൊണ്ടുവന്ന പരിശുദ്ധ ഇസ്ലാം, ഈ ആദർശം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതേ പാതയാണ്. ഫീ സുഹഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ മുഹറം 10 നിങ്ങൾ ശുക്റായിട്ട് നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും ആ ദിവസം നോമ്പെടുക്കുന്നുണ്ട് എന്ന്. പിന്നെയോ ജൂതന്മാരോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല, അവരുടെ പാത പിന്തുടരാൻ കഴിയില്ല. അവരോട് എപ്പോഴും നമുക്ക് മാറ്റമായിരിക്കണം, വ്യത്യാസമായിരിക്കണം. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മുഹറം 9 കൂടി നോമ്പെടുക്കുമെന്ന്. അങ്ങനെയാണ് മുഹറം 9ഉം 10ഉം വന്നത്. ചരിത്രപരമായിട്ടുള്ളത് മുഹറം 10നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോചിപ്പിച്ച ബനി ഇസ്രായേലിനെ ഫിർഔൻ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരുന്നു, മർദ്ദിച്ചുകൊണ്ടിരുന്നു, പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് അതിന്റെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി കോറിയിട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ബനു ഇസ്രായേലിനോട് കാണിച്ച ഫിർഔന്റെ അക്രമം എന്തായിരുന്നു? ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു ജനവിഭാഗത്തെ, അമ്പിയാക്കളുടെ തലമുറക്കാരായ ഒരു വിഭാഗത്തെ ഫിർഔൻ പരസ്പരം ശത്രുക്കളായി ഭിന്നിപ്പിച്ചു നിർത്തി. ഒരു സമൂഹത്തെ അവന്റെ അധികാരത്തിന്റെ സുഖത്തിന് വേണ്ടി, അവന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പല വിഭാഗങ്ങളാക്കി തിരിച്ചു. എക്കാലത്തും ഏത് ഭരണകർത്താക്കളും ചെയ്യുന്ന പരിപാടി ഏതാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹു വയസ്തഹയി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ ധിക്കാരം നടിച്ചുകൊണ്ട് വലിയ ചക്രവർത്തിയായി വാണരുളിയവ ഫിർഔൻ
വജഅല അഹ്ലഹാ ശിയാ, ആ നാട്ടുകാരെ മുഴുവനും അവൻ പല വിഭാഗങ്ങളായി തിരിച്ചു, അവരെ പരസ്പരം പോരടിപ്പിച്ചു, പരസ്പരം ശത്രുക്കളാക്കി. യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും, അതിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അവൻ ദുർബലരായി കണ്ടു, ഒരു വിഭാഗത്തെ ന്യൂനപക്ഷമായി അടിച്ചമർത്തി. എന്നിട്ടോ യുദബ്ബിഹു അബ്നാഅഹും, ആ വിഭാഗത്തിലെ ആൺകുട്ടികളെ മുഴുവനും അവൻ കൊന്നൊടുക്കി. വയസ്തഹ്യീ നിസാഅഹും, അവിടെയുള്ള സ്ത്രീകളെ അവൻ മാനഭംഗപ്പെടുത്തി. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ ഏറ്റവും വലിയ കുഴപ്പക്കാരനായിരുന്നു ഫിർഔൻ. എന്ത് ചെയ്തു? ബനു ഇസ്രായേലിനെ പല പല തട്ടുകളായി അവൻ ഭിന്നിപ്പിച്ചു നിർത്തി. ഇതിന്റെ ഫലമായിട്ടാണ് ബനു ഇസ്രായേൽ ന്യൂനപക്ഷമായത്. അവർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞില്ല, പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു സുഖമായിട്ട് ബനു ഇസ്രായേലിനെ ഭിന്നിപ്പിച്ച് ഫിർഔൻ വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈകളിൽ നിന്ന് ബനു ഇസ്രായേലിനെ മോചിപ്പിക്കലാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഏറ്റവും വലിയ ദൗത്യം. ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല, മാസങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല, വർഷങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല. നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ അവസാനം ഫിർഔനിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് ചെങ്കടലും കടന്നുകൊണ്ട് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു പോകുന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു തആല ബനു ഇസ്രായേലിന്റെ പിറകെ പോയ ഫിർഔനിനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫിർഔനെ, നിന്നെ ഈ ചെങ്കടലിൽ ഞാൻ മുക്കിക്കൊന്നാലോ നിന്നെ ഞാൻ അവശേഷിപ്പിക്കും ഖിയാമത്ത് നാൾ വരെ. നിന്റെ ജീവനോടെയല്ല, നിന്റെ ചത്തളിഞ്ഞു പോയ നിന്റെ ബോഡിയെ ഞാൻ ഖിയാമത്ത് നാൾ വരെ അവശേഷിപ്പിക്കും. എന്തിനു വേണ്ടി? ലിമൻ ഖൽഫക ആയ, നിനക്ക് പിറകെ വരുന്ന ശിക്ഷാധിപതികൾ ഉണ്ടല്ലോ, ഈ ലോകത്ത് ജീവിക്കുന്ന നെതന്യാഹുവിനെ പോലെ, ട്രംപിനെ പോലെ ഉള്ള എല്ലാ ശിക്ഷാധിപതികൾക്കും, എല്ലാ അധികാരികൾക്കും നീ ഒരു ഗുണപാഠമാകാൻ. എത്ര ധിക്കരിച്ചാലും, എത്ര അഹങ്കരിച്ചാലും, എത്ര പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയാലും ശരി, അവസാനം ഒരു പതനമുണ്ട്, അവസാനം ഒരു നാശമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഫിർഔനാണ്. അവൻ അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമെന്ന് വാദിച്ചവനാണ്. പക്ഷേ അവന് അവസാനം ചെങ്കടലിൽ മുക്കിക്കൊല്ലുമ്പോൾ ശ്വാസം കിട്ടാതെ വിളിക്കേണ്ടി വന്നു, ആമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ, മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചു, ഹാറൂനിന്റെ റബ്ബിനെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചു എന്നവന് പറയേണ്ടി വന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ ഏത് കാലഘട്ടത്തും ലോകത്ത് ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ, ഭരണകർത്താക്കൾ മനുഷ്യനെ നശിപ്പിക്കുവാൻ, അവരുടെ ഭരണത്തിന്റെ സുഖത്തിന് വേണ്ടി അവർ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചിരുന്നു. ഇന്നും നമ്മളെ അങ്ങനെയാണ്. ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ആഗോളതലത്തിൽ മുസ്ലിമീങ്ങള്, ഇവർ ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞു അവർ ഷിയാക്കളാണ്, സുന്നികളൊക്കെ ഞങ്ങളോടൊപ്പം നിൽക്കണം. പല സുന്നി രാജ്യങ്ങളും അങ്ങനെ സുന്നികളാണെന്ന് വാദിച്ചുകൊണ്ട് ഭരണകർത്താക്കൾ അമേരിക്കയ്ക്ക് കൂട്ടുനിന്നു പോയല്ലോ, ഇസ്രായേലിന് കൂട്ടുനിന്നു പോയല്ലോ. പക്ഷേ അമേരിക്കയുടെ മുന്നിൽ അവരുടെ സുഖത്തിന് വേണ്ടി, അവരുടെ യുദ്ധത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് സുന്നി എന്നും ഷിയ എന്നും വേർതിരിക്കുന്നത്. അവരുടെ മുമ്പിൽ മുസ്ലിമീങ്ങൾ എന്നും ശത്രുക്കളാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തായാലും അങ്ങനെ മുസ്ലിമീങ്ങളെ പലതട്ടിലാക്കും. സൂഫി മുസ്ലിം എന്ന് പറയും, രാഷ്ട്രീയ മുസ്ലിം എന്ന് പറയും. സൂഫി മുസ്ലിമീങ്ങൾക്കുള്ള അവർ ആരെയും ഒന്നും പറയില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടില്ല. എന്നാൽ രാഷ്ട്രീയ മുസ്ലിം അവരെ ഇഷ്ടപ്പെടില്ല, അവർ കാണുന്ന കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ മതേതര മുസ്ലിം, തീവ്രവാദി മുസ്ലിം, ഏതിലും മതേതരത്വം കണ്ടിട്ട് മൗനം പാലിച്ചാൽ നല്ല മുസ്ലിം. പക്ഷേ ഇസ്ലാമിന്റെ ആദർശം എവിടെയെങ്കിലും പറഞ്ഞാൽ, ഇസ്ലാമിനെതിരെയുള്ള ഏത് കുതന്ത്രങ്ങളെയോ കണ്ടുപിടിച്ചിട്ട് സംസാരിച്ചാൽ അവൻ തീവ്രവാദി മുസ്ലിമാകും. നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും ഇങ്ങനെ വേർതിരിക്കുന്നത് ഭരണകർത്താക്കൾ അവരുടെ ഭരണത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ്. ഈ ട്രാക്കിൽ പലപ്പോഴും മുസ്ലിമീങ്ങൾ പെട്ടുപോകുന്നുണ്ട്. സ്വന്തം മതത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തിയിട്ട് മതവുമായി ഒരു ബന്ധവുമില്ലാത്ത മതത്തിന്റെ ശത്രുക്കളെ ചേർത്ത് പിടിക്കുന്ന, കൂട്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്ത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ അധപ്പതനം അവിടെയാണ്.
മുഹറം 10 അത് ഐക്യത്തിന്റെ ആഹ്വാനമാണ്. ബനു ഇസ്രായേലിനെതിരെ അവരെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഫിർഔൻ നിന്നപ്പോൾ ഇല്ല ഞങ്ങൾ ഒന്നാണെന്ന ആ ഏകതാബോധം കൊണ്ടാണ് ബനു ഇസ്രായേൽ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിയത്. ഇത് നമുക്കുണ്ടാകണം. ലോകത്ത് ഭിന്നിച്ചിരുന്ന മനുഷ്യരെ ഒന്നിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് മുസ്ലിമീങ്ങളായ നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയുന്നില്ല, ഒരു ഐക്യപ്പെടാൻ കഴിയുന്നില്ല? എന്ന് നമ്മൾ അനൈക്യത്തിലാകുന്നോ, ഭിന്നിച്ചോ, അന്ന് നമ്മളുടെ കാറ്റ് പോകുമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? നമ്മളൊക്കെ മനസ്സിലാക്കണം. ഒരു മഹല്ലിലുള്ളവർ എത്ര ഗ്രൂപ്പുകളായി, അല്ലെങ്കിൽ എത്ര സംഘടനകളായി ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി പോലും പോരടിക്കുന്ന, പരസ്പരം അനൈക്യതയും ഭിന്നിപ്പുമുണ്ടായി നമ്മളുടെ ശക്തി ഇല്ലാതെയാക്കുകയാണ്. ലോകത്തും അങ്ങനെയാണ്. മുസ്ലിമീങ്ങൾ ഒരൊറ്റ ചരടിൽ കോർത്ത മുത്തുകളെ പോലെ നിന്നാൽ ആ വേലിക്കെട്ടിനെ തകർക്കാൻ ലോകത്തൊരു ശക്തിയും പോന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്നു? നമ്മൾ അരക്ഷിതാവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഐക്യത നഷ്ടപ്പെട്ടു പോയി. നമ്മളുടെ ഇടയിൽ പിശാച് കയറി ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ നമ്മൾ അതിന്റെ മിത്രങ്ങളായി മാറുന്നു, പിശാചിന്റെ മിത്രങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് അല്ലാഹു നമുക്ക് ഐക്യതാ ബോധം നൽകുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞത് എങ്ങനെയാ? ഈ മനുഷ്യരെ, നിങ്ങൾ ഭിന്നിച്ചിരുന്നവരായിരുന്നു, നിങ്ങൾ പരസ്പരം ചേർന്നിരിക്കാത്തവരായിരുന്നു, പരസ്പരം പോരടിച്ചവരായിരുന്നു. പക്ഷേ നിങ്ങളെ ഒന്നിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമാണ്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. എത്ര മനോഹരമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണേ. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തപ്പോൾ ഈ ദുനിയാവിന്റെ അല്പ അലാപത്തിന് വേണ്ടി നിങ്ങൾ ശത്രുക്കളായി ജീവിച്ചു. ചെറുതും വലുതുമായ കാര്യത്തിന് വേണ്ടി പരസ്പരം പോരടിച്ചു. പക്ഷേ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു, ഐക്യപ്പെടുത്തി. ഏതുകൊണ്ട്? ഈമാനിന്റെ ചരട് കൊണ്ട്, വിശ്വാസത്തിന്റെ ബന്ധം കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ ഒരുമിപ്പിച്ചു. അതുകൊണ്ട് ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹ് നിങ്ങൾക്ക് തന്ന അനുഗ്രഹം കൊണ്ട് നിങ്ങൾ പരസ്പര സഹോദരങ്ങളായി. അത് ഇറാനിൽ ജീവിക്കുന്ന മുസ്ലിമാണെങ്കിലും ശരി, കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിമാണെങ്കിലും ശരി, ഗസയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുന്നോമന മക്കളാണെങ്കിലും ശരി, അത് വേറെ ഏത് രാജ്യത്തുള്ള അമേരിക്കയിലുള്ള മുസ്ലിമാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായതാ. ഈ സഹോദര ബന്ധത്തെ തകർക്കാൻ ലോകത്ത് പല ശക്തികളും കടന്നു വരും, പല രാജാക്കന്മാര് കടന്നു വരും, പല അധിനിവേശ ശക്തികളും കടന്നു വരും, പല സയനിസ്റ്റ് ഭരണകൂടങ്ങളും കടന്നു വരും. അതിന് നിങ്ങൾ നിന്നുകൊടുക്കരുതേ, അതിന് നിങ്ങൾ വശംബദരാകരുതേ. അങ്ങനെ നിന്നു പോയാൽ നിങ്ങളുടെ കാറ്റ് പോയി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഹറം 10 മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ ദിവസമാണ്. ഈ കാലഘട്ടത്തിലല്ല, കഴിഞ്ഞുപോയ ഏത് സഹസ്രാബ്ദങ്ങളിലോ ഏത് നൂറ്റാണ്ടുകളിലോ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയ ദിവസമാണ് മുഹറം 10. നമ്മൾ അന്ന് നോമ്പെടുക്കേണ്ടവരാണ്. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി മുഹറം 9 കൂടി നോമ്പെടുക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ആ നോമ്പിന്റെ സന്ദേശം എന്താണ്? നമ്മളുടെ ഐക്യതാബോധമാണ്. ഭിന്നിച്ചു നിന്നുകൂടാ. ഇവിടെ എല്ലാത്തിനും ഭിന്നിപ്പായി. പിറകണ്ണുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും ഒക്കെ ഭിന്നിപ്പ്. ഇത് ശത്രുക്കൾ ആഗ്രഹിക്കുന്നതാണെന്ന് എന്തുകൊണ്ടോ നമ്മുടെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഒരു പിറയിലൂടെ അകന്നു പോകേണ്ടവരല്ല മുസ്ലിം. ഒരു പിറ കാണുന്ന ദിവസത്തില് തകർന്നു പോകേണ്ടതല്ല മുസ്ലിമിന്റെ ഐക്യത. എവിടെ കൈകെട്ടണം, എവിടെ കൈവെക്കണം നിസ്കാരത്തിൽ, ഈ അഭിപ്രായം പറഞ്ഞിട്ട് തകർന്നു പോകേണ്ടതല്ല മുസ്ലിമീങ്ങളുടെ ഐക്യം. എപ്പോഴാണ് ബാങ്ക് വിളിക്കേണ്ടത്? 1 മിനിറ്റോ 2 മിനിറ്റോ താമസിക്കാം, നേരത്തെയാകാം. അത് ആരെങ്കിലൊക്കെ കണ്ടുപിടിക്കുന്നവരുടെ ഇജ്തിഹാദിന്റെ സ്വയം പരിശുദ്ധ ഇസ്ലാം വിശാലമാക്കി കൊടുത്തതിന്റെ അനുഭവമാണ്. ഭാര്യ തൊട്ടാൽ ഒതു മുറിയുമോ? ഒതു മുറിയില്ല.
പോയില്ലേ? ഈ തർക്കങ്ങൾ വെച്ചിട്ട് അകന്നു പോകേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. ഇതൊക്കെ ആകാം, ഈ അഭിപ്രായ ഭിന്നതയൊക്കെ ആകാം, പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് തന്നെ മുസ്ലിമീങ്ങൾ എന്നും ചേർന്ന് നിൽക്കണം. ഈ ഒരു ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഒരുമിച്ചിരിക്കേണ്ടവർ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഭിന്നിച്ചു പോകേണ്ടവരല്ല, അകന്നു പോകേണ്ടവരല്ല. മുഹറം 10 നമ്മളുടെ സന്ദേശവും അതാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മുഹറം 9, 10 നോമ്പ് വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അല്ലാഹു തആല നോമ്പെടുക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹറം 10 അല്ലാഹു തആലയുടെ അടിമകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത ദിവസമാണ്. അതിന്റെ ശുക്റായിട്ട് നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലത കൊടുക്കലും സന്തോഷത്തോടു കൂടി ഒരു പെരുന്നാളിന്റെ ഒരു സന്തോഷം പോലെ മുഹറം 10 നോമ്പ് തുറയും മറ്റേ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ചേർന്ന് നിന്ന് സന്തോഷത്തോടു കൂടി കഴിയേണ്ട ഒരു ദിവസമാണ്. അങ്ങനെ കുടുംബത്തിന് വിശാലതയിൽ കൊടുത്താൽ നല്ല ഭക്ഷണവും നല്ല സൗകര്യം മക്കളെ ആയിട്ട് കഴിഞ്ഞാൽ ആദ്യ വർഷം മുഴുവനും അല്ലാഹു തആല ആ കുടുംബത്തിന് ഭക്ഷണത്തിലും മറ്റും വിശാലത നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിൽ കാണാം. അല്ലാഹു അമൽ ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.